ഇപ്പോൾ വിനീത വി ജി ഡൽഹിയിൽ AKG ഭവന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, അവിടെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചോ മാധ്യമങ്ങളോട്? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ AKG ഭവനിലാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ യെച്ചൂരിയുടെ വിയോഗത്തിന് പിന്നാലെ കൊടി പതാക അവർ താഴ്ത്തി കെട്ടിയിരിക്കുകയാണ്. പാർട്ടി കൊടി അവർ താഴ്ത്തി കെട്ടിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ചില നേതാക്കളൊക്കെ തന്നെയുണ്ട്. പക്ഷെ അവരിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. അവരിവിടേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ചില നേതാക്കൾ, കേരളത്തിൽ നിന്ന് എത്തിയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ യെച്ചൂരിയുടെ വിയോഗ വാർത്ത അറിഞ്ഞെത്തിയ നേതാക്കൾ, പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുണ്ട്. യെച്ചൂരി Yeah, it's a very sad thing for the CPIM and the left movement. A big stalwart of the left movement, Comrade Sitaram Yechury, General Secretary of the CPIM, just passed away. Very, the party and the rank and file and the people are very saddened of this event, and the entire democratic and secular forces also lost a big leader, big fighter for the secular forces. It is very, very difficult to fulfill the void created by Comrade Sitaram. We express our condolences to their family and family members and to the rank and file of the party. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ ഒരു നഷ്ടം തന്നെയാണ്. വേദനയോടെ തന്നെയാണ് അവരെല്ലാം ആ ഒരു വിയോഗ വാർത്ത കേൾക്കുന്നത്. ഇപ്പോൾ നിരവധി പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഈ AKG ഭവനിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ AKG ഭവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കുറച്ച് നാളുകളായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, എയിംസിലായിരുന്നു, ചികിത്സയിലായിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റ് നേതാക്കൾ അവർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേതാക്കൾ വിയോഗ വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തുകയാണ്. വേണു, യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം CPIM-ന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്ന ആ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ കൂടി പേരെടുത്ത നേതാവ് തന്നെയാണ് യെച്ചൂരി. രാജ്യസഭയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അത് വളരെ ശ്രദ്ധേയമായിരുന്നു. 2005-ൽ പശ്ചിമ ബംഗാളിൽ നിന്നാണ് സീതാറാം യെച്ചൂരി ആദ്യമായി രാജ്യസഭയിലേക്ക് എത്തുന്നത്. ഈ രാജ്യസഭയിലേക്ക് എത്തുമ്പോഴും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ കൃത്യമായി അത് പഠിക്കുകയും ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും പാർലമെന്റിൽ അവതരിപ്പിക്കാനും എല്ലാം അദ്ദേഹം പ്രത്യേകമായും ശ്രദ്ധ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആണവ കരാറുമായി ബന്ധപ്പെട്ട CPM-ന്റെ വ്യവസ്ഥകൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചതും സീതാറാം യെച്ചൂരി തന്നെയായിരുന്നു. 2015-ലെ ഈ ബജറ്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി ഒരു ഭേദഗതി കൊണ്ടുവരികയും പിന്നീട് വോട്ടെടുപ്പിലൂടെ അത് പാസ്സാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി പാർലമെന്റിലേക്ക് തിരിച്ചു വരണമെന്നാണ് തന്റെ ആഗ്രഹം. വീണ്ടും വരാം. AKG ഭവന് മുന്നിലാണുള്ളത്. അവിടെ നേതാക്കന്മാരുണ്ട്. ചിലരുടെ പ്രതികരണങ്ങളും നാം കണ്ടു കഴിഞ്ഞു.